കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ്, അതായത് ഗ്രൂപ്പ് ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് ഓൺ ഇ ലീവിങ് എഫ് ഫിക്സഡ് അല്ലേ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ കുറച്ച് പ്രോബ്ലംസ് എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു എക്സ്റ്റൻഷനെ കുറിച്ചാണ്. നമ്മളിതിൽ ലാസ്റ്റിൽ ഡീൽ ചെയ്യുക. അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്ലിസിറ്റി ഓഫ് എ സീറോ ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ ഒരു പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് എവിടുത്തെ പോളിനോമിയലാണ്? ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സിൽ ഒരു പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീറോസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡ് ആരായിരിക്കും? എഫ് ക്ലോഷർ ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു സീറോ ആണെങ്കിൽ, ആൽഫ ബിലോങ്സ് ടു എഫ് ക്ലോഷർ എന്ന് പറയുന്നത് ഇത് സീറോ ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, സീറോ ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്കറിയാം, എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഈ ആൽഫ എന്ന് പറയുന്ന സീറോ അല്ലെങ്കിൽ റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി വി ആണെന്ന് പറയണമെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന് എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടറായിട്ട് ഉണ്ടാവണം. അതുപോലെ വി എന്ന് പറയുന്നത് വി ഈസ് ദി ഗ്രേറ്റസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എക്സ് മൈനസ് ആൽഫ റേസ് ടു വി is a factor of f of x in f closure of x. സീറോസ് വരുന്നത് എഫ് ക്ലോഷറിൽ നിന്നാണല്ലോ. അപ്പോൾ എന്താ പറഞ്ഞത്? ആൽഫ ഈസ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് ഹാവിംഗ് മൾട്ടിപ്ലിസിറ്റി വി ഇഫ് വി ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എക്സ് മൈനസ് ആൽഫ റേസ് ടു വി is a factor of f of x. The g of x എന്ന് പറയുന്ന പോളിനോമിയൽ ഇൻ f closure of x. കിട്ടിയോ? അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു പോളിനോമിയൽ എടുക്കുകയാണ്, സം എക്സ് മൈനസ് ടു ദി ഹോൾ സ്ക്വയർ. അത് ഇങ്ങനെ ഒരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ടു എന്ന് പറയുന്ന ഒരു സീറോ ആണ് ഈ പോളിനോമിയലിൻ്റെ അല്ലേ. വട്ട് ഈസ് ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് ടു ഇൻ ദിസ് കേസ്? മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 is 2. ഇപ്പോൾ എക്സ് മൈനസ് ടു ദി ഹോൾ ക്യൂബ് എന്ന് എടുക്കുകയാണെങ്കിലോ മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 is equal to 3. കിട്ടിയോ? അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു പോളിനോമിയൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സം ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുന്നു. ജി ഓഫ് എക്സ് 2ഉം 3ഉം ജി ഓഫ് എക്സിൻ്റെ സീറോ ആയിട്ട് വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫാക്ടറിൻ്റെ മാക്സിമം പവർ 2 ആണ്, അതുപോലെ ഈ ഫാക്ടറിൻ്റെ മാക്സിമം പവർ 1 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ സീറോ ആണെന്ന് നിങ്ങൾക്കറിയാം. 2ൻ്റെ മൾട്ടിപ്ലിസിറ്റി ഈ കേസിൽ 1ഉം 3യുടെ മൾട്ടിപ്ലിസിറ്റി 2ഉമാണ്. അപ്പോൾ എന്താ മൾട്ടിപ്ലിസിറ്റി എന്ന് മനസ്സിലായോ? അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് എ സീറോ ഓഫ് എ പോളിനോമിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് റിസൾട്ട് ഡിറൈവ് ചെയ്തതിന് ശേഷം അടുത്ത മെയിൻ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. നിങ്ങൾ എടുക്കുന്ന പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ഓവർ എഫ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ all the zeros of f of x in f closure. ഇത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണ്. ഇതിൻ്റെ സീറോസ് ഉണ്ടാവുക എവിടെയെന്ന് നിങ്ങൾക്കറിയാം അല്ലേ, എഫ് ക്ലോഷറിൽ. ഓൾ ദി സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ എഫ് ക്ലോഷർ ഹാവ് ദി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഈ പറയാൻ പോകുന്നത് കേട്ടോ, ഹാവ് ദി സെയിം മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ തിയറം പറയുന്നത് എന്താ? If f of x is an irreducible polynomial in capital letter f of x, then all the zeros of f of x, all the zeros of that irreducible polynomial have the same multiplicity.
മൾട്ടിപ്ലിസിറ്റി സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുന്നു, ഇപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്ന ആൽഫ ബിലോങ്സ് ടു എഫ് ക്ലോഷർ എന്ന് പറയുന്നത്, സപ്പോസ് ആൽഫ ബിലോങ്സ് ടു എഫ് ക്ലോഷർ ഇസ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ്. And the multiplicity, suppose the multiplicity of alpha is v. So multiplicity of alpha v means we can write f of x as x minus alpha raised to v is the greatest integer such that x minus alpha raised to v is a factor of f of x. Okay, g of x is a polynomial in f closure of x. So we can write f of x in this way. You assume that alpha is a zero of f of x and the multiplicity of alpha is v. So by the definition of the multiplicity of a root, you can write your f of x in this form. Okay, we have to show that all the zeros of f of x in f closure have the same multiplicity. So you just take another zero of f of x. Suppose beta is a zero of f of x. Okay, what you need to show? You have to show that the multiplicity of beta is also equal to v. Okay, so beta is also a zero of f of x means your f of x is what kind of polynomial? It is an irreducible polynomial over f. This is a factorization in f closure of x. Don't confused. Okay, this is a factorization in f closure of x. But this polynomial is irreducible over f. Okay, so suppose beta belongs to f closure is a zero of f of x. In order to prove the result, we have to show that the multiplicity of beta is also equal to v. Okay, so alpha and beta are zeros of the same irreducible polynomial over f. So they are conjugate over f. Alpha and beta are conjugate over f. Since they are conjugate over conjugate elements over f, we can consider, you can define the conjugation isomorphism from where to where? F of alpha to f of beta. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? Psi alpha beta of leaving f fixed ആണ് അല്ലേ, for every a belongs to f. അതുപോലെ psi alpha beta of alpha എന്ന് പറയുന്നത് എന്തായിരിക്കും? ബീറ്റ അല്ലേ? ഈ രീതിയിലല്ലേ ഇത് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? So psi alpha beta is an isomorphism. That isomorphism is known as the conjugation isomorphism, and that isomorphism leaves f fixed. So by using these conjugate elements alpha and beta, we can define our conjugation isomorphism. Now by using isomorphism extension theorem, we can extend this isomorphism to an isomorphism tau. You just take the extension mapping as extension isomorphism as tau. Tau is a mapping from, you need to define tau, you need an algebraic extension of f of alpha. So you just take the algebraic extension as f closure. Okay, so tau you can extend psi alpha beta to tau. Okay, tau from f closure to a subfield of f closure or f closure. Okay, that this tau also leaves f fixed. Okay, കാരണം അതിൻ്റെ psi alpha beta എക്സ്റ്റൻഷൻ ആണല്ലോ. അത് എക്സ്റ്റൻഷൻ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പറയുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചാൽ മതിയാവും. അതുപോലെ tau of alpha എന്ന് പറയുന്നത് എന്തായിരിക്കും? ബീറ്റ. ഓക്കെ, അപ്പോൾ ഇനി ഈ ടോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നൊരു മാപ്പിംഗ് ആണ് ടോ എക്സ്. ടോ എക്സ് കണ്ട് പേടിക്കൊന്നും വേണ്ട. ടോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോളിനോമിയൽ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടോ എക്സ് ഈസ് എ മാപ്പിംഗ് ഫ്രം, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോ എക്സ് ഈസ് എ മാപ്പിംഗ് ഫ്രം എഫ് ക്ലോഷർ ഓഫ് എക്സ്. ടോ എക്സ് ഈസ് എ മാപ്പിംഗ് ഫ്രം എഫ് ക്ലോഷർ ഓഫ് എക്സ് ടു എഫ് ക്ലോഷർ ഓഫ് എക്സ്, പോളിനോമിയൽ റിങ്. എഫ് ക്ലോഷർ എന്ന് പറയുന്ന ഫീൽഡ് കോഎഫിഷ്യന്റ് ഫീൽഡ് ആവുന്ന രീതിയിലുള്ള, അത് കോഎഫിഷ്യന്റ് ഫീൽഡ് മീൻസ് കോഎഫിഷ്യൻസ് ആർ ടേക്കൺ ഫ്രം ദിസ് ഫീൽഡ്. So this is the corresponding induced isomorphism by tau.
ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിരിക്കും. ടോ എക്സ് ഓഫ് എക്സ് എക്സ് തന്നെയാണ്. കിട്ടിയോ? ടോ എക്സ് ഓഫ് എക്സ് എക്സ് തന്നെയാണെങ്കിൽ പിന്നെ ഓൾറെഡി ഇവിടെ എന്താ ടോ ലീവ്സ് എഫ് ഫിക്സഡ് ആണ്. സോ ടോ എക്സ് ഓൾസോ ലീവ്സ് എഫ് ഫിക്സഡ് ആണ്. കിട്ടിയോ? അപ്പൊ നോക്കൂ, ടോ എക്സ് ഓഫ് നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്താ വരിക? എഫ് ഓഫ് എക്സ് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ റേസ് ടു വി ഇൻറ്റു ജി ഓഫ് എക്സ്. സോ ടോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടോ എക്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ റേസ് ടു വി ഇൻറ്റു ജി ഓഫ് എക്സ്. So tau x is an isomorphism, so you can write this as tau x of x minus alpha raised to v into tau x of g of x. Okay, what is this? Tau x of f of x is f of x. അല്ലേ, എക്സിന് എക്സിലോട്ടും ലീവ്സ് എഫ് ഫിക്സഡ് ആണ്. കിട്ടിയോ? അപ്പോൾ ഇതെന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് തന്നെയായിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? എക്സ് മൈനസ് ബീറ്റ റേസ് ടു വി ഇൻറ്റു ജി ഓഫ് എക്സ് ആയിട്ട് മാറും. അല്ലേ, ടോ എക്സ് ഓഫ് ജി ഓഫ് എക്സ് ജി ഓഫ് എക്സ് തന്നെ. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി? ബീറ്റ ഇസ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. എക്സ് മൈനസ് ബീറ്റ റേസ് ടു വി എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാന്ന് കിട്ടി. അല്ലേ, മൾട്ടിപ്ലിസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്ത്? v is the greatest integer such that x minus beta raised to v is a factor of f of x. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ എന്ന് പറയുന്നതിനെക്കാട്ടിലും എന്തായാലും കൂടുതലായിരിക്കും. അല്ലെ, മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി. അല്ലേ, ഇനി നമ്മൾ തുടങ്ങിയ സ്ഥലത്തിലോട്ട് പോവാം. ആൽഫയുടെയും ബീറ്റയുടെയും റോള് റിവേഴ്സ് ചെയ്യുക. അതായത് സപ്പോസ് ബീറ്റ ബിലോങ്സ് ടു എഫ് ക്ലോഷർ ഈസ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് ഹാവിങ് മൾട്ടിപ്ലിസിറ്റി വി എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് ബീറ്റ എഫ് ഓഫ് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്തായിരുന്നു? ഈ വി എന്ന് പറയുന്നത് എന്തായിരുന്നു? മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ആയിരുന്നു. അല്ലേ, ഇനി നമ്മൾ റിവേഴ്സ് ചെയ്യണം റോള്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ വരിക? മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ഈക്വൽ ടു മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ. ആൽഫയും ബീറ്റയും എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആയിരുന്നു. അതിൻ്റെ സീറോസ് ആയിരുന്നു ആൽഫയും ബീറ്റയും. അപ്പോൾ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഏത് സീറോസ് എടുത്താലും അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഈ റിസൾട്ട് പറയുന്നത്.